ഹലോ മക്കളെ, നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിലെ 11ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? എണ്ണാം അടുക്കി വയ്ക്കാം. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പാഠഭാഗത്തിലേക്ക് കടക്കാം. മക്കൾ ആദ്യം തന്നെ നോക്കിക്കേ, എണ്ണി എഴുതാനാണല്ലേ. അൻവിതും കൂട്ടുകാരും ചില സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ചിത്രം നോക്കൂ. എന്തൊക്കെ സാധനങ്ങളാണ് ഉള്ളത്? പെൻസിലുണ്ട്, റബ്ബറുണ്ട്, സ്കെയിലുണ്ട്, കട്ടറുണ്ട് അല്ലേ. അപ്പോൾ പെൻസിലുണ്ട്, ഓരോന്നും കുറച്ച് നമ്പേഴ്സ് അവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും എണ്ണം കളത്തിൽ എഴുതാനാണ്. അപ്പോൾ ആദ്യം ഏതാണുള്ളത്? കട്ടറാണ്. കട്ടർ എത്ര എണ്ണുണ്ട്? 1 അല്ലേ. പിന്നെയോ റബ്ബർ എത്ര എണ്ണം? 1, 2, 3 എണ്ണം. സ്കെയില് 1, 2, 3, 4 എണ്ണം അല്ലേ. ഇനി പെൻസിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5 എണ്ണമാണുള്ളത്. അപ്പോൾ ആദ്യം അത് എഴുതുക കേട്ടോ. ഇനി താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ. ഉത്തരം എഴുതൂ. എണ്ണം കുറഞ്ഞതേതാണ്? കുറഞ്ഞതേതാ മക്കളെ? കട്ടറാണല്ലേ. കട്ടർ 1 അല്ലേ ഉള്ളൂ. അപ്പോൾ കട്ടർ എന്ന് അവിടെ എഴുതുക. ഇനി എണ്ണം കൂടുതൽ ഏതാണ്? പെൻസിലാണ്. പെൻസിലാണ് 5 എണ്ണം ഉള്ളത്. ഇനി കട്ടറിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പെൻസിലിൻ്റെ എണ്ണം? കട്ടർ 1 ആണ്, പെൻസിൽ 5 ആണ്. അപ്പോൾ കട്ടറിനേക്കാട്ടിലും എത്ര കൂടുതലാണ്? 4 കൂടുതലാണ്. ഇനി സ്കെയിലിനേക്കാൾ എത്ര എണ്ണം കുറവാണ് റബ്ബറിൻ്റെ എണ്ണം? സ്കെയിൽ എത്ര എണ്ണം മക്കളെ? 4 എണ്ണമാണ്. റബ്ബർ 3 എണ്ണമാണ്. അപ്പോൾ എത്ര എണ്ണം കുറവാണ്? 1. അടുത്തത് നോക്കിക്കേ, അൻവിതിൻ്റെ സ്കൂളിൽ ഒരു യോഗം നടക്കുകയാണ്. പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ അവർ എണ്ണി നോക്കി. അപ്പോൾ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടല്ലേ ചിത്രത്തിൽ. അപ്പോൾ ചിത്രം നോക്കിയിട്ട് വാഹനങ്ങളുടെ എണ്ണം എഴുതാനാണ്. കാർ എത്രയുണ്ട്, ഓട്ടോ എത്രയുണ്ട്, അങ്ങനെ ഓരോ വാഹനങ്ങളും എണ്ണി നോക്കിയിട്ട് മക്കൾ എഴുതുക. പകർത്തി വെക്കരുത് കേട്ടോ, എണ്ണി നോക്കണേ. കാറ് 3 എണ്ണമാണ്, ഓട്ടോ 2 എണ്ണം, മുച്ചക്ര സൈക്കിൾ 1, സൈക്കിള് 6, സ്കൂട്ടർ 5, ബസ് 2. കൂടുതൽ എണ്ണമുള്ള വാഹനം ഏതാണ്? സൈക്കിളാണ് അല്ലേ. സൈക്കിളല്ലേ 6 എണ്ണം ഉള്ളത്. പിന്നെ കുറവ് ഏതാണ്? മുച്ചക്ര സൈക്കിളാണ്. ഇനി ചിത്രത്തിൽ എത്ര വാഹനങ്ങളുണ്ട്? 19 വാഹനങ്ങളാണ് അല്ലേ. അടുത്തത് എന്താണ്? അൻവിതും കൂട്ടുകാരും പ്രീ പ്രൈമറി ക്ലാസ്സിൽ പോയി. അലമാരയിലെ കളിപ്പാട്ടങ്ങൾ നോക്കി. കളിപ്പാട്ടങ്ങളുടെ എണ്ണം എഴുതൂ. കാറ് 5 എണ്ണം, പന്ത് 3 എണ്ണം, ബാറ്റ് 4 എണ്ണം, കരടി 4 എണ്ണം, പൂവ് 6 എണ്ണം അല്ലേ. ഇനി താഴെ പറയുന്നവ ശരിയാണെങ്കിൽ ശരി കൊടുക്കുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. പന്തിനേക്കാൾ കൂടുതലാണ് ബാറ്റ്. പന്ത് എത്രയാ? 3 ആണ്, ബാറ്റ് 4 ആണ്. അപ്പം അത് ശരി. ഇനി കരടിയേക്കാൾ കുറവാണ് പൂവ്. കരടി എത്രയാ? 4, പൂവ് 6 അല്ലേ. അപ്പോൾ പൂവ് കുറവല്ലേ. അപ്പം അത് തെറ്റാണ്. കാറിൻ്റെയും കരടിയുടെയും എണ്ണം തുല്യമാണ്. കാറിൻ്റെ 5 ആണ്, കരടിയുടെ 4 ആണല്ലേ. അപ്പോൾ എണ്ണം തുല്യമല്ലല്ലോ. അപ്പോൾ അതും തെറ്റ്. ഇനി ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഇല്ല അല്ലേ. ഉണ്ടല്ലോ, ബാറ്റും കരടിയും ഒരേ എണ്ണം അല്ലേ. അപ്പം അതും തെറ്റാണ്. അടുത്തത് സ്റ്റേജ് അല്ലേ. ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾക്ക് നിറം കൊടുക്കൂ. അപ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടേ? ഒരുപോലുള്ള രൂപത്തിന് ഒരേ നിറം കൊടുക്കണം കേട്ടോ. മക്കൾ ക്രയോൺ ഉപയോഗിച്ചിട്ട് കൊടുക്കണേ. ഇനി നമുക്ക് താഴെ എണ്ണി എഴുതാനാണ്. ഓരോ ചിത്രവും ഓരോ രൂപങ്ങളും എണ്ണിയിട്ട് എഴുതണം. ഫസ്റ്റത്തെ രൂപം ത്രികോണം എത്ര എണ്ണം ഉണ്ട്? ത്രികോണം 5 എണ്ണമാണ്. അടുത്ത രൂപം 4 എണ്ണം, അടുത്തത് 6, അടുത്തത് 3. അപ്പോൾ എഴുതുന്നതിന് മുൻപ് മക്കൾ ആദ്യം എഴുതി നോക്കുക, എന്നിട്ട് ശരിയാണോ നോക്കണം കേട്ടോ. അടുത്തത് എന്താണ്? പൂക്കൾ നോക്കൂ, എണ്ണം എഴുതൂ. അൻവിതിൻ്റെ ക്ലാസ് മുറിയിലെ ജനാലയ്ക്ക് ചുറ്റും വരച്ചിട്ടുള്ള ചിത്രം നോക്കൂ, എന്നിട്ട് എണ്ണി എഴുതാനാണ്. പൂവ് ഏതൊക്കെ കളറിലുള്ള പൂവാണ് ഉള്ളത്? ചുവപ്പുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, വയലറ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നും എണ്ണി നോക്കിയിട്ട് നമുക്ക് ആദ്യം എഴുതണം. ചുവപ്പ് എത്ര പൂക്കളുണ്ട്? 8 എണ്ണമാണ്. നീല 8 എണ്ണം, മഞ്ഞ 6 എണ്ണമാണ്, വയലറ്റ് 5 എണ്ണം. ഇനി താഴെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അല്ലേ. 5 ഇതളുള്ള പൂക്കൾ എത്ര എണ്ണമാണ്? അപ്പോൾ 5 ഇതളുള്ള പൂക്കൾ ഏത് നിറത്തിലുള്ളതാ? നീല നിറത്തിലാണ് അല്ലേ. അപ്പോൾ നീല നിറത്തിലുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ട്? 8
8. ഇനി ഏത് നിറത്തിലുള്ള പൂവാണ് കൂടുതൽ? ചുവപ്പും നീലയും 2 നിറത്തിലുള്ളതും ഉണ്ട് അല്ലേ? അതുപോലെ തുല്യ എണ്ണം വരുന്ന പൂവുകളുടെ നിറം ഏതൊക്കെയാ? അതും ചുവപ്പും നീലയുമാണ്. ഇനി ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട്? 27 പൂക്കളാണ് ചിത്രത്തിലുള്ളത്. അപ്പോൾ മക്കളെ, ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത്. ഒരു ചെറിയ പാഠഭാഗമാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് എഴുതാൻ പഠിക്കാനുള്ളൊരു പാഠഭാഗമാണ്. അപ്പോൾ മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.